ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന കൂലിയുടെ കേരള ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെയാണല്ലോ കേരളത്തിൽ ആരംഭിക്കപ്പെട്ടത്. ഇന്നിപ്പോഴത്തെ ഉച്ചയ്ക്ക് 1:30 ശേഷം സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം രാവിലെ 11:30 1 കോടിയിലധികം കേരള പ്രീസെയിൽ പിന്നിട്ട സിനിമ ഇപ്പോഴത്തെ ഉച്ചയ്ക്ക് 1:30 2,40,00,000 കേരള പ്രീസെയിൽ പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിച്ച് വെറും 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാത്രം ഏകദേശം 1,50,000 ടിക്കറ്റുകളാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രം കൂലിയുടേതായിട്ട് വിറ്റഴിച്ചിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ കൂലിയുടെ ഒരു ബോക്സ് ഓഫീസ് പവർ കേരള ബോക്സ് ഓഫീസ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. ഉടനെ തന്നെ 3 കോടിയിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിലും എത്തപ്പെടുന്നതാണ്. ഇതിനിടെ ലൊക്കേഷന്റെ തന്നെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലിയോ ആണല്ലോ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഒരു തമിഴ് സിനിമയുടെ FT കളക്ഷൻ നേടിയെടുത്ത സിനിമ. വിജയ് ചിത്രം 2023 തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ 12 കോടി കേരള ഗ്രോസ് ആയിരുന്നു അന്ന് നേടിയെടുത്തത്. ഇപ്പോഴത്തെ അതേ ലിയോ എന്ന സിനിമയുടെ സംവിധായകൻ ലൊക്കേഷന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടാണ് കൂലി എന്ന റഷ്യൻ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ലിയോയുടെ FT കളക്ഷനായ 12 കോടി കൂലിക്ക് മറികടക്കാനായിട്ട് കഴിയുമോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷെ നിലവിലെ ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വിദൂരം എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ട്രാക്കേഴ്സ് അഭിപ്രായപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും ഉയർന്ന FT കളക്ഷൻ നേടിയെടുത്ത സിനിമ എമ്പുരാനാണല്ലോ. ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ഈ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ 14 കോടി 7 ലക്ഷം രൂപയാണ് സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തത്. കൂലി റിലീസ് ചെയ്ത് കഴിഞ്ഞാലും എമ്പുരാന്റെ സ്ഥാനം 1ാം സ്ഥാനമായിട്ട് തന്നെ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ 2ാം സ്ഥാനത്ത് ലിയോയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്ന് ഒരുപാട് പേർ ഉറ്റുനോക്കുന്നു. കാത്തിരിക്കുക അടുത്ത മണിക്കൂറുകളിലെ പ്രീസെയിൽ റിപ്പോർട്ടുകൾക്ക്.